മിഗാൽ സ്റ്റാറയുടെ അണ്ടറിലുള്ള ആദ്യത്തെ ISL വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നു. അതും ഒരു കംബാക്ക് ഇൻ കൊച്ചി എന്നുള്ളത് തന്നെ പറയണം. ഒരു 2-1 ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും എനിക്ക് ഈ ഒരു മാച്ച് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് ചില ഇൽനെസ് കാരണം ഈ ഒരു മത്സരത്തിന് പോകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിൽ ആ ഒരു കംബാക്ക് നടത്തിയെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും മിഗാൽ സ്റ്റാർ എന്ന് പറയുന്ന ഒരു കോച്ച് ഇൻ ഗെയിമിലാണെങ്കിലും അല്ലെങ്കിൽ ലാസ്റ്റ് മാച്ചിൽ നിന്ന് ഈ ഒരു മാച്ചിലാണെങ്കിലും പെട്ടെന്ന് എടുക്കുന്ന ചില മാറ്റങ്ങൾ അത് എനിക്ക് ഉറപ്പായിട്ടും ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം അപ്പം കഴിഞ്ഞ മാച്ചിൽ നിന്ന് 4 ചേഞ്ചസ് അത് നമ്മൾ പ്രിവ്യൂവിൽ തന്നെ പറഞ്ഞിരുന്നു. ഉറപ്പായിട്ടും എല്ലാ മേഖലയിലും ഒരു ചേഞ്ചസ് ഉണ്ടാകും എന്നുള്ളത്. അതുപോലെ തന്നെ ഡിഫൻസിലാണെങ്കിലും മിഡ്ഫീൽഡിലാണെങ്കിലും അറ്റാക്കിങ്ങിലാണെങ്കിലും ചേഞ്ചസ് ഈ ഒരു മത്സരത്തിൽ മിഗാൽ സ്റ്റാർ നടത്തി. ഇപ്പം ഡിഫൻസിൽ നവച്ച വരുന്നു സഹീഫിന് പകരം നോക്കുകയാണെങ്കിൽ, ഇപ്പം മിഡ്ഫീൽഡിലേക്ക് വരുന്നൊരു സമയത്താണെങ്കിൽ ഐമന് പകരം ഡാനിഷും അതുപോലെ തന്നെ ഫ്രെഡിക്ക് പകരം വിപിനും വരുന്നു, ഹെസൂസ് വരുന്നു. ഇതിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു 11 കണ്ടപ്പോൾ ഏതൊരു ടീമും പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു 11 തന്നെയാണ് ഇൻ പേപ്പർ. പക്ഷേ നമ്മൾ പ്രിവ്യൂലൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമാണല്ലോ, അവരുടെ ഒരു കോച്ചിങ് സൈഡിലുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ആ ഒരു ഈ ഒരു മാച്ചിൽ തന്നെ അവരെ അഫക്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫാക്ടർ അത് തന്നെയാണ് എന്നുള്ളത് സംശയം പറയാം. എന്താണെങ്കിലും ഒരു സാക്കിംഗ് ഒക്കെ വരുന്നതിൽ പ്രതീക്ഷിക്കാമോ എന്നുള്ളത് നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ അത്രയും സ്പെൻഡ് ചെയ്ത് വന്നിട്ട് ആദ്യത്തെ 2 മത്സരങ്ങളും തോൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് ലാസ്റ്റ് മാച്ചിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നു. പക്ഷേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. KBS സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു മൂവായിട്ട് വന്നത് ഹെസൂസിൻ്റെ ആ ഒരു ഷോട്ട് പോസ്റ്റിലിടിച്ച് പോയിട്ടുള്ളതാണ്. എന്നാൽ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചാണെങ്കിൽ മറ്റു ചില അറ്റാക്കിംഗ് മൂവ്സ് ഉണ്ടായിരുന്നു. സച്ചിൻ്റെ 2-3 നല്ല സേവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം ഹെസൂസ് ആ ഒരു ഷോട്ട് അടിച്ചത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മത്സരത്തിൽ അത്ര ഇതായിട്ട് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പം കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമാണ് മിഡ്ഫീൽഡിൽ ഒരു ക്രിയേറ്റിവിറ്റി പ്രോബ്ലം. അത് മാറ്റാനാണ് ചേഞ്ചസ് വരുന്നത്. പക്ഷേ എങ്കിലും അത് ഒരു കൃത്യമായിട്ടത് വർക്കായില്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു മത്സരത്തിൽ വരുമ്പോഴും ആദ്യ 11 പ്ലേയേഴ്സിനെ പറ്റി പറയേണ്ടത്. കാരണം കൊയ്ഫ് അദ്ദേഹം ഇൻ്റർസെപ്ഷൻ റിക്കവറീസ് ഒക്കെ നടന്നുണ്ട്. പക്ഷേ അതൊരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന നിലയിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ ഡാനിഷ് കുറച്ചും കൂടി ഒരു അഗ്രസീവ്, സാധാരണ ഹോൾഡ് ചെയ്ത് കളിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി മുന്നോട്ടുള്ള റോളാണ് കൊടുത്തത്. പക്ഷേ സെയിം ഓൾഡ് ഡാനിഷിനെയാണ് നമ്മൾ കണ്ടത്. വിപിനാണ് കുറച്ചെങ്കിലും മിഡ്ഫീൽഡിൽ ഒരു കൺട്രോൾഡായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അറ്റാക്കിംഗ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോവ ഫസ്റ്റ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത്രമേലൊരു സ്പേസ് ഇല്ലായിരുന്നു. അതുപോലെ ഹെസൂസ് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ആ ഒരു ഇൻസിഡൻറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങനെ ചിത്രത്തിലില്ലായിരുന്നു എന്നുള്ളത് പറയാം. പിന്നെ അവർ ജെല്ലാകാത്തതിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. പിന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നന്നായിട്ട് ഒരു അഗ്രസീവായിട്ട് തന്നെ കളിച്ചു. പക്ഷേ ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിലാണ് പ്രശ്നങ്ങളുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സച്ചിൻ്റെ മികച്ച സേവുകൾ, ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം നന്നായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്തു. എന്നാൽ ഡിഫൻസിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് വിങ് ബാക്സിൻ്റെ കാര്യത്തിൽ ചില കൺസേൺസ് ഒക്കെ ഉണ്ട്. പക്ഷേ സെൻട്രൽ ബാക്സ് പ്രീതവും മിലോസും ഈ ഒരു മാച്ചിൽ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. വിങ് ബാക്കിൽ 2 പ്ലേയേഴ്സും ഇപ്പം സന്ദീപിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴും പറഞ്ഞ പോലെ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്ന പ്ലെയറൊക്കെയാണ്. അദ്ദേഹം ഈ മാച്ചിൽ ഡിഫൻസീവ്ലി അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ അറ്റാക്കിംഗ് വൈസ് നോക്കുമ്പം ആ രാഹുലിന് കൊടുത്തൊരു ക്രോസ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി മിക്കതും മിസ്സുകളായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഡിഫൻസീവ് അദ്ദേഹം നന്നായിട്ട് കളിച്ചെന്ന് പറയുമ്പോഴും ഡിഫൻസീവിൽ അദ്ദേഹത്തിൻ്റെ ഒരു മിസ്സിൽ നിന്നാണ് ഈസ്റ്റ് ബംഗാൾ ഒരു അവസരം ഉണ്ടാക്കുന്നതും നന്ദ ഒരു പാസ് ദിമിക്ക് കൊടുക്കുന്നതും പിന്നീട് ആ ഒരു ഗോൾ വിഷ്ണു PV അടിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാണെങ്കിൽ ഈ മത്സരത്തിൽ ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം കഴിഞ്ഞൊരു മാച്ച് നമ്മൾ കണ്ടതുപോലെ തന്നെ KBSക്ക് ഒരു എനർജി വന്നു. അതുപോലെ നോവയുടെ ആ ഒരു ഗോള് വരുന്നത് നോവയുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ തന്നെയാണ്. അതാണ് നോവയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതും അത് തന്നെയാണ്. അത് ആ വിങ്ങിലൂടെ ഇൻഡിവിജ്വലി റൺ ചെയ്ത് മേക്ക് ചെയ്തുന്ന ചാൻസ്, ഗോൾ കോൺട്രിബ്യൂഷൻസ് അത് നമുക്ക് കാണാൻ സാധിച്ചു. 1-1 എന്ന നിലയിലേക്ക് വന്നു. പിന്നീടാണ് ഞാൻ പറഞ്ഞ കോച്ചിൻ്റെ ആ ഒരു ഇൻ ഗെയിമിലുള്ള ആ ഒരു ചേഞ്ചസ്. അതിലേറ്റവും പ്രധാനമായിട്ടും പറയേണ്ട 3 ചേഞ്ചസ് ആണ് അസർ, ഐമൻ ആൻഡ് പെപ്ര. ഇതിൽ മറ്റൊരു താരം കൂടി വന്നിട്ടുണ്ട്, ഐബൻ വന്നിട്ടുണ്ട്. പക്ഷേ ഐബൻ അത്ര ഒരു ഇമ്പാക്റ്റ് ഒന്നും ഈ ഒരു മാച്ചിൽ ഉണ്ടാക്കിയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞ മിസ്സുകളും കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഐമനും അതുപോലെ നസറും ഒക്കെ ആയിട്ടുള്ള ആ ഒരു നന്നായിട്ടത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഒരു നല്ല ചാൻസ് അസർ ഐമന് നീട്ടിക്കൊടുക്കുന്നു. പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ പെപ്ര ഒരു ഫ്രഷ് ലെഗായിട്ട് വന്നപ്പോഴത്തേക്കും മോർ
എന്താ പറയുക, ഒരു എനർജിയിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. വന്നപ്പോൾ മുതൽ തന്നെ ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റ് തന്നെ ഒരു ബ്രില്യൻ മൂവ് വഴിയാണ് ആ ഐമൻ്റെ ആ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഗോള്, പെപ്പർ അടിച്ചിട്ടുള്ളൊരു ഗോൾ, അതിൽ തീർച്ചയായിട്ടും ഐമന് ഒരു വലിയ കയ്യടി കൊടുക്കണം. കാരണം അൻവർ അലി കൊടുക്കുന്നൊരു പാസ് ഈസ്റ്റ് ബംഗാളിലെ പ്ലെയറിൽ നിന്ന്, സൗൾ ക്രസ്പോയിൽ നിന്ന്, അത് ബ്രില്യൻ്റ് ആയിട്ടൊരു സക്സസ്ഫുൾ ഇൻ്റർസെപ്ഷൻ നടത്തിയിട്ടാണ് പെപ്രയിലേക്ക് വരുന്നത്. പെപ്ര അത് ഒന്നാന്തരമായിട്ട് ഗോൾ സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ്. നിശ്ചലനായിപ്പോയി ഗിൽ എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ഒരു മത്സരത്തിൽ. അങ്ങനെയാണ് 2-1 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തുന്നതും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചത്. എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു റോൾ സെക്കൻഡ് ഹാഫിൽ വന്ന് ഇത്രയും ഒരു എനർജിയിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞ പോലെ ഇനിയുള്ള മാച്ചസിലും ആ റോളിൽ എത്തി അദ്ദേഹം വർക്കൗട്ട് ആകുമെന്നുള്ളത് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം മിഡ്ഫീൽഡിൽ ഉറപ്പായിട്ടും ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് സൈഡിൽ ഇപ്പോഴും കൺസേൺസ് ഉണ്ട്. ഇപ്പം കൊയ്ഫാണെങ്കിലും ആ റോൾ അത്രമേലൊരു സക്സസ്ഫുൾ ആയിട്ട് കളിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മിഡ്ഫീൽഡ് അറ്റാക്കിങ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഇതിലുള്ള ഇപ്പം വിപിൻ അസർ, ഐമനെ പോലുള്ള താരങ്ങളൊക്കെ ഉണ്ടെന്നുള്ള പോസിറ്റീവാണ്. പക്ഷേ നമുക്ക് വിങ് ബാക്കിൽ ഇപ്പോഴും ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം സന്ദീപ് കുമാർ, ഹൈബം വന്നിട്ടും അവിടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ 2 ഷോട്ട് ഓൺ ടാർഗറ്റ്സ് ആണ് കൃത്യമായിട്ട് വന്നിട്ടുള്ളത്. ആ 2 നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്. അതുപോലെ തന്നെ പെപ്രയ്ക്ക് കിട്ടിയ ആ ഒരു ചാൻസ് അദ്ദേഹം അത് ഫസ്റ്റ് ടൈം തന്നെ അത് മുതലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനിയും മത്സരങ്ങളിൽ കൃത്യമായിട്ട് വർക്കൗട്ടായിട്ട് വരണം. ആ ഒരു ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ അവർ അത്രമേലൊരു മികച്ച ഫുട്ബോളല്ലായിരുന്നു. അവരുടെ ഒരു പ്യുവർ ഗെയിം പ്ലേ ഒക്കെ ആയിരുന്നു. അവർക്കും കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ ഈ ഒരു പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു പ്രശ്നം അവരെ ഭാഗത്തു നിന്ന് സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സോ ഈ ഒരു മാച്ച് എന്താ പറയുക, ഈ ഒരു മാച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 3 points കിട്ടിയെന്നുള്ളത് ഹാപ്പിയാണ്. പക്ഷേ നമുക്ക് മുന്നോട്ട് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും റെക്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ചില പൊസിഷൻസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നമ്മൾ സീസൺ മുമ്പായിട്ട് പറയുന്നതാണ്. അപ്പം അതൊക്കെ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അത് വരും എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണുന്ന കാര്യം തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ 3 points കിട്ടിയിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഈ ഒരു മാച്ചിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക.